ബബ്ബ ഭയഭക്തി ബഹുമാനം വന്ന് കണ്ടത് വീട്ടിൽ കയറിയുള്ളൂ. കുറേ നാളിന് ശേഷം ഒന്ന് സന്തോഷിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത് ഇപ്പോഴാണ്. കുറേ നാളിന് ശേഷം നല്ല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല സിനിമകൾ കിട്ടിയിട്ട് ആ കിട്ടുന്ന ഒരു കത്താർസിസും നമ്മളൊരു പക്കാ കിട്ടിലെ മാസ് മസാല പടം കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമൊക്കെ വേറെയാണ്. ഞാൻ ലാസ്റ്റ് ദുരന്തർ കണ്ടപ്പോൾ അത് കിടിലും പടമായിരുന്നു. കുറേ നാളിന് ശേഷം ഞാൻ ഒരു നല്ല സിനിമ തിയേറ്ററിൽ കണ്ടത് അതാണ്. ഇതെന്ന് വെച്ചാൽ ഇതിന് വേറെ എന്തോ ഒരു പ്രത്യേകതര സന്തോഷമാണ്. എന്ത് രസമായിട്ടാണെന്നറിയോ ആ ഒരു 2-2.5 മണിക്കൂർ ആ തിയേറ്ററിൽ ഫുള്ളിരുന്ന് കണ്ടത്. വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവൽ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല പവർ പാക്ഡായിട്ട് നല്ല ഏകദേശം ഹൗസ് ഫുള്ളിൻ്റെ ആ ഒരു അടുത്ത് നിൽക്കണം അത്രയും ക്രൗഡുള്ള ആ ഒരു ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് കാണാം. നല്ല പാക്ഡ് ഓഡിയൻസ് ആയിട്ടിരുന്ന് കാണാം. വെറുതെ എവിടെയും സെക്കൻഡ് ആളിരിക്കണ പോലെ ഇച്ചിരിക്കണ പോലെ അങ്ങനെ ഇരുന്ന അങ്ങനത്തെ തിയേറ്ററിലൊക്കെ കണ്ടാൽ നിങ്ങളുടെ ആ ഒരു മൂഡ് സ്പോയിലാവും. ഇത് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരുടെ ഒപ്പം തന്നെ അത്രയും പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിലിരുന്ന് കാണാം. ഏറ്റവും ആദ്യം തന്നെ പറയാനാണെങ്കിൽ ജനപ്രിയ നായകൻ ദിലീപ്, ആ പുള്ളി കുറേ നാളിന് ശേഷം മറ്റേ കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളിയുടെ മുഖത്തും ആ ഒരു ഫിസിക്കലും ഒക്കെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നല്ലോ. കുറേ നാളിന് ശേഷം ആ ക്ഷീണം ഒന്നുമില്ലാണ്ട് പക്ക എനർജറ്റിക്, ആ ഒരു എനർജി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പുള്ളിയുടെ പെർഫോമൻസിലും ഡയലോഗ് ഡെലിവറിയിലും ഒക്കെ ആ ഒരു എനർജി ഉണ്ട്. നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പുള്ളി വരാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും. ആ ഒരു പടത്തിലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടി പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് എന്താണെന്ന് ശരിക്കും മനസ്സിലാവും നമുക്ക്. ആ ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം ഇങ്ങനെ കൊണ്ടുപോയി തന്നെ പറയാം. അത്രയും ലെവല് സാധനം. ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ ഇങ്ങനെ പട്ടാന്നും പറഞ്ഞു പോവാണ്. നല്ല സ്പീഡ് ഫേസിലാണ് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് ലിറ്ററലി ദിലീപ് തൂക്കിന്ന് തന്നെ പറയാം. കിടിലായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തപ്പോൾ കണ്ടേ, എനിക്ക് എന്ത് രസമായിട്ട് ദിലീപ് ചെയ്ത അങ്ങനത്തെ കുറേ തോട്ട്സ് വരും. നമുക്ക് ദിലീപ് മാത്രമേ മൈൻഡിലുണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത് അടിച്ച പവർ ഹൗസ്, ചിരിച്ചാൽ ലൈറ്റ് ഹൗസ്. നമ്മുടെ ലാലേട്ടൻ എൻ്റെ പൊന്നു പുള്ളി വരുമ്പോൾ തൊട്ട് എന്തായിരുന്നറിയാം ആ ഒരു ഓളം, ആ ഒരു ഫീല്. ആൾക്കാരൊക്കെ ലിറ്ററലി ക്രേസിയായിരുന്നു. ഒരു ചേട്ടനൊക്കെ കസേരയുടെ മുകളിലൊക്കെ കയറിയിരിക്കുന്നു. എൻ്റെ പൊന്നു, അതും അത്രയും രസമായിട്ടാണ് പുള്ളി വരുന്നത്. ഫസ്റ്റ് ഹാഫ് ദിലീപ് കൊണ്ടുപോയ പോലെ സെക്കൻഡ് ഹാഫ് ഒരു പരിധി വരെ നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിൽ ഭദ്രം. പുള്ളീനെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഇരിക്കുക. അത്രയും രസമായിട്ട് പുള്ളിയുടെ ക്യാമിയോ കാര്യങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ റെഫറൻസുകൾ പുള്ളി ലാലേട്ടൻ്റെ റെഫറൻസുകളും ദിലീപിൻ്റെ റെഫറൻസുകളും നമ്മൾ കുട്ടിക്കാലം തൊട്ട് കണ്ടു വളർന്ന കുറേ പടങ്ങളുടെ റെഫറൻസുകളും പിന്നെ നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു സന്തോഷം വേറെ രീതിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം തന്നെ ഞാൻ പറയുള്ളൂ. അത്രയും രസമായിട്ടാണ് അവർ ഓരോ റെഫറൻസുകൾ ഇടുന്നത്. ചുമ്മാ ജസ്റ്റ് റെഫറൻസ് ഇങ്ങനെ വിളിച്ചു വാരി ഇതല്ല നമ്മുടെ GBUലൊക്കെ കണ്ട പോലെ, നമ്മുടെ അജിത്തിൻ്റെ GBUല്. പക്ഷേ അതുപോലൊന്നല്ല, ഇതിൽ നല്ല രീതിക്കാണ് ആ ഒരു റെഫറൻസുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു നമ്മുടെ ചൈൽഡ്ഹുഡ് നമ്മൾ ചിലപ്പോഴൊക്കെ ഓർത്തു പോകും. നമ്മൾ ഈ പടങ്ങളൊക്കെ കണ്ട ആ ഒരു സംഭവം ഇങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് വരും. പിന്നെ ഈ പടത്തിൻ്റെ ഹീറോ ഗോപി സുന്ദർ എന്തോ റിഡംഷന് വേണ്ടി ശ്രമിക്കാൻ തോന്നുന്നു. ഗോപി സുന്ദർ ലിറ്ററലി തലകുത്തി എന്നാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണമെന്ന് തോന്നുന്നു. അമ്മാരി പണ്ടാറ പണിയെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ മ്യൂസിക് കേൾക്കാത്ത ഒരു പരിസരം പോലെ നമുക്ക് കേൾക്കൂല. അമ്മാരി ലെവലിലാണ് പുള്ളി മ്യൂസിക് ഇട്ടിട്ട് കളിച്ചേക്കുന്നത്. അത്രയും ലെവലായിട്ട് കിഡിലായിട്ടാണ് ഓരോ BGM സ്കോർ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറേ സർപ്രൈസ് ക്യാമിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റിയാസ് ഖാൻ ഓൾറെഡി ട്രെയിലർ റിവീൽ ചെയ്തു. പിന്നെ സലീം കുമാർ, അങ്ങനെ കുറേ നല്ല നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ഓർക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലും കുറേ റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരും നല്ല രീതിയിൽ ആ ഒരു പെർഫോം ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ദിലീപിൻ്റെ പടങ്ങൾ എന്ന് വെച്ചാൽ ദിലീപും സ്കോർ ചെയ്യും, കൂടെ നിൽക്കുന്ന എല്ലാവരും സ്കോർ ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ പടം, കൂടെ നിൽക്കുന്ന എല്ലാവരും സ്കോർ ചെയ്യുന്നുണ്ട്. പിന്നെ നോ ലോജിക് ഓൺലി മാഡ്നസ്, അത് തന്നെയാണ് അവരുദ്ദേശിച്ച് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ലോജിക്ക് തലച്ചോറൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് തരിക. കാരണം ഇതിൽ ഒന്നും ലോജിക്കലായിട്ട് ഒന്നും പ്രതീക്ഷിക്കരുത്. എന്തവർ കാണണോ അതങ്ങോട്ട് എടുക്കുക. ലോജിക്ക്, ഗ്രാവിറ്റി, ന്യൂട്ടൺസ് തേർഡ് ലോ ഇതൊന്നും പഠിച്ച് പാസ്സായ ആൾക്കാരൊന്നല്ല വന്നിരുന്നത് കാണുന്നത്. അത് ആ ലെവൽ ആ സംഭവം മനസ്സിലാവും. അന്ന് പടം കണ്ടാലും എനിക്ക് മനസ്സിലാവും ആ ടാഗ് ലൈൻ എത്ര ആ പടത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ്. ആ ലെവൽ സാധനം. അതായത് എൻ്റെ ടേസ്റ്റ് ഇപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. പക്ക മാസ് മസാല, ഇതും അതെ, പക്ക മാസ് മസാല കിടിലനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പടം. സ്ക്രീൻ പ്ലേ കോപ്പ് അങ്ങനത്തെ ഒക്കെ പറഞ്ഞ് കഥാ കോപ്പൊന്നും പറഞ്ഞ് ചിരണ്ടാൻ നോക്കണ്ട, ഒന്നും കിട്ടില്ല.
അതൊന്നും നോക്കാണ്ട് നമുക്ക് കുറച്ച് നേരം എനിക്ക് കുറച്ച് വൈബ് അടിക്കണം, കുറച്ച് നേരം ഒന്ന് സന്തോഷിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പടം പോയി കാണാം. ആ ലെവല് പടമാണ്, നല്ല രീതിയിൽ ഫാൻ സർവീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദളപതി വിജയ് റെഫറൻസ്, എൻ്റെ ദൈവം എന്ത് രസമായിട്ടാണ് അവർ ഓരോ റെഫറൻസുകൾ ഇട്ടേക്കെന്നറിയോ. ഓരോ റെഫറൻസ് കാണുമ്പോഴേക്കും നമുക്കൊരു ചെറിയ സന്തോഷം വരും. ഇപ്പോൾ നിങ്ങൾ ദളപതി വിജയുടെ ഫാനാണ്, അല്ലെങ്കിൽ ദിലീപേൻ്റെ ഫാനാണ്, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഫാനാണ്, ഈ മൂന്നിൽ ഏതിലെങ്കിലും പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പടം എന്തായാലും ഇഷ്ടപ്പെടും. കാരണം എല്ലാം പ്യുവർ ഫാൻ സർവീസാണ്. ഞാനിത് മൂന്നും ചേർന്നൊരു മിക്സ് ആയതുകൊണ്ട് എനിക്കിത് XXX ആയിട്ടാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു സോ കോൾഡ് ബുദ്ധിജീവികൾ, ആർട്ടിന് വേണ്ടി നിലകൊള്ളുന്നവർ, പച്ചപ്പരിഷ്കാരികൾ, അങ്ങനത്തെ പച്ചപ്പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇത് പ്യുവർലി മാസ് മസാല സാധനമാണ്. മാസ് മസാല ഒന്നും ആലോചിക്കരുത്, ചുമ്മാ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, വേറെ ഒന്നും ആലോചിക്കരുത്. ഒരു മുൻവിധികളും പാടില്ല. ഇത് നമ്മുടെ ആ ഒരു ആർട്ടിന് വേണ്ടി അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും പിടിക്കില്ല. അത് നിങ്ങൾ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിൽ പെട്ട ആൾക്കാരല്ല. ശരിക്കും ഈ പടം എന്നൊക്കെ പറഞ്ഞാൽ നല്ല 2 അടിച്ചിട്ട് സെക്കൻഡ് ഷോയ്ക്ക് നല്ല ഹൗസ്ഫുൾ തിയേറ്ററിൽ നമ്മുടെ ചോട്ടാവുമ്പോഴൊക്കെ കണ്ടില്ലേ, അതുപോലത്തെ ലെവലായിട്ട് കാണേണ്ട പടമാണ്. അത്രേ ലെവലായിരിക്കും. പിന്നെ അഫ്കോഴ്സ് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരാളുണ്ട്, ഇതിൻ്റെ ഡയറക്ടർ ധനഞ്ജയ് പുള്ളി, പിന്നെ നമ്മുടെ നൂറിൻ ഷെരീഫും പിന്നെ ഫാഹിം സഫറുമാണ് ഈ പടം എഴുതിയിരിക്കുന്നത്. യു ഗൈസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. നിങ്ങൾ 3 പേരും നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ കൊണ്ടുപോയ ആ ഒരു പേസും കാര്യങ്ങളൊക്കെ വേറെ ലെവൽ. ഇപ്പോഴത്തെ കാലത്ത് എടുക്കാൻ പറ്റിയ സംഭവമാണ്. സ്ക്രീൻ പ്ലേ ഒക്കെ പറക്കുകയാണ്. ആ ഒരു ഇൻ്റർവെല്ലിന് മുമ്പുള്ള ആ ഒരു ഫൈറ്റൊക്കെ എൻ്റെ പൊന്നു ദൈവമേ, സീൻ സാധനം. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ആ ഒരു കുറച്ച് ഗ്രിപ്പ് പോകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്പീഡായിട്ട് നമ്മളൊരു വണ്ടി കൊണ്ടുപോയിട്ട് പെട്ടെന്നൊരു ബ്രേക്ക് പിടിച്ചിട്ട് പതുക്കെ പോയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ പോവും. സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ആ ഒരു ലാലേട്ടൻ പോർഷനൊക്കെ വാസ് ഗ്രേറ്റ് സാധനങ്ങൾ. പക്ഷേ ക്ലൈമാക്സ് എൻഡിങ് അടുത്തേക്ക് വരുമ്പോൾ കുറച്ച് ഗ്രിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ കൊണ്ടുപോയ ആ ഒരു പേസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇൻ്റർവെല്ലിൽ വരെ അവർ പട്ടപടാന്ന് കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു പോസ് വന്നു. അതാണ് പ്രശ്നം. പലരും ലാഗും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. ശരിക്കും അവർ ആ മുമ്പ് കൊണ്ടുപോയ പോലെ ആ ഒരു പേസിൽ പട്ടപടാന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ ആൾക്കാർക്ക് ലാഗോ സംഭവങ്ങളൊന്നും ഫീൽ ആവില്ലായിരുന്നു. എനിക്കും കുറേ ഇമോഷണൽ സംഭവങ്ങളൊക്കെ വരുന്നത് ആ ഒരു സെക്കൻഡ് ഹാഫ് പോർഷനിലാണ്. പക്ഷെ അതൊന്നും അങ്ങനെ അതുകൊണ്ടും കൂടെയാണ് ആ ഒരു കണക്ഷൻ ഇതായത്, ആ ഒരു കണക്ഷൻ പോയത്. അറിയാം, ഇമോഷണൽ കണക്റ്റിന് വേണ്ടിയിട്ടാണ് ആ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ആ ഒരു പേസ് പോയി. ആ പേസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ പിന്നെയും കുറച്ചുകൂടി നല്ല ലെവൽ സാധനം വന്നേനെ. പിന്നെ ആകത്തുകയിൽ ഈ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ GBU, നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി, നമ്മുടെ അജിത്തിൻ്റെ ആ പടം കണ്ടു വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നമ്മുടെ ഒരു റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിലീപിൻ്റെ GBU ആണിത്. ദിലീപിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി ആ ലെവല് സാധനം, കിഡിലൻ സാധനം. മോഹൻലാൽ കുറേ നാളിന് ശേഷം നല്ല എനർജറ്റിക് ആയിട്ട് നല്ല കിഡിലിനായിട്ട് കോമഡിയൊക്കെ സെറ്റപ്പായിട്ട് കുറേ കോമഡി വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ കുറേ ക്രിഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പടത്തിൽ. നമുക്ക് ക്ഷമിച്ചു വിടാം. ഒന്നുമില്ലെങ്കിൽ ഇവരുടെയൊക്കെ ഫസ്റ്റ് പടമല്ലേ, അവർക്ക് തുടക്കക്കാരല്ലേ, നമുക്ക് ക്ഷമിച്ചു വിടാവുന്നേ ഉള്ളൂ. പിന്നെ ആ ഒരു കുറച്ച് 10 മിനിറ്റ് എടുക്കും നമുക്ക് ആ ഒരു പടത്തിൽ നിന്ന് ഇന്നാവാൻ. പക്ഷെ ഇന്നായി കഴിഞ്ഞാലുണ്ടല്ലോ വേറെ ലെവൽ. ശരിക്കും ഇതൊരു റിവ്യൂ കണ്ട് പോകേണ്ട ഒരു പടമല്ല. കാരണം നമ്മുടെ ആ ഒരു പല റിവ്യൂവേഴ്സിനും അങ്ങനെ ഭയങ്കര ബുദ്ധിജീവി ടൈപ്പ് ഓഫ് മൈൻഡാണ്. അവർക്കൊന്നും ഈ പടങ്ങൾ മിക്കവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, പലർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. നിങ്ങൾ നല്ല ബ്ലാങ്കായിട്ട് പോയി കാണാം, ബ്ലാങ്കായിട്ട്. അഴിഞ്ഞാട്ടം ഈ പാടണ്ട, കോപ്പിറൈറ്റ് വരും.